ഇടുക്കിയിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പരിഹാരമായി ചിന്നക്കനാലും മൂന്നാറും തമ്മിലുണ്ടായിരുന്ന ആനത്താര പുനഃസ്ഥാപിക്കണമെന്ന് വിദഗ്ധ സമിതി. കോളനികൾ മാറ്റിസ്ഥാപിച്ച് പ്രദേശം സംരക്ഷിത മേഖലയാക്കണം. മൂന്നാറിലെ പടയപ്പയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് പ്രശ്നത്തിന് പരിഹാരമല്ല. പടയപ്പ പോയാൽ മറ്റൊരു കൊമ്പൻ ഇവിടെ എത്തും. മാട്ടുപ്പെട്ടിയിലെയും ടോപ്പ് സ്റ്റേഷനിലെയും അനധികൃത വഴിയോരക്കടകൾ നീക്കണമെന്നും നിർദ്ദേശം. അരിക്കൊമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ സമിതിയെ നിയമിച്ചത്. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. എബിൻ, എന്താണ് ഈ വിദഗ്ധ സമിതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ? വേണു, അരിക്കൊമ്പനെ പിടിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ മൂന്നാർ ചിന്നക്കനാൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൽ പറയുന്നത്. ചിന്നക്കനാലും മൂന്നാറും തമ്മിലുണ്ടായിരുന്ന ഒരു ആനത്താറയുണ്ട്, ഇത് പുനഃസ്ഥാപിക്കണമെന്നുള്ളതാണ് പ്രധാന നിർദ്ദേശമായി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അരിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായിരുന്ന 386 കോളനികൾ മാറ്റി സ്ഥാപിക്കണം. അതായത് ഇതിൽ 301 കോളനിക്കാണ് പ്രധാന പരിഗണന നൽകേണ്ടത്. ഇവിടെ ഒരു സംരക്ഷിത മേഖലയായി പരിഗണിക്കണമെന്നുള്ള നിർദ്ദേശവും തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ റേഷൻ കടകൾക്ക്, ഈ പ്രദേശത്തെ റേഷൻ കടകൾക്ക് ഫെൻസിംഗ് ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടറോഡുകളിൽ കൂടിയുള്ള വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ 7 മണിക്ക് ശേഷം നിരോധിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ കൊളുക്കുമല പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടേക്കുള്ള ജീപ്പ് സവാരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിരോധിക്കാം, അല്ലെങ്കിൽ അതും വേണമെങ്കിൽ പരിഗണിക്കാം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ മൂന്നാർ മേഖലയിൽ പടയപ്പ ആനയെ പിടിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പ്രായോഗികമല്ല, ഈ ആനയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് പ്രായോഗികമല്ല എന്നുള്ളതാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. അതായത് ഈ ഒരാനയെ മാറ്റിക്കഴിഞ്ഞാൽ പകരം മറ്റൊരു ആന വരും. ഇതിന് പകരമായിട്ട് മൂന്നാർ മേഖലയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ മാട്ടുപ്പെട്ടി, അതുപോലെ തന്നെ ടോപ്പ് സ്റ്റേഷൻ, ഈ പ്രദേശങ്ങളിലുള്ള അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകൾ മാറ്റണം. ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നുള്ളതാണ് നിർദ്ദേശം ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ ഭാഗമായിട്ട് വരുന്നത്. വേണു. ശരി, എബിൻ ജോസ് ആണ് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നൽകിയത്.